5 പേർക്ക് പുതുജീവനേകി 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ വിടവാങ്ങുകയാണ്. അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അന്തിമോപചാരം അർപ്പിച്ച ശേഷം ബന്ധുക്കൾക്കും ആ സമൂഹത്തിനുമൊപ്പം നിൽക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മിഥുൻ മുരളി പറയൂ. കൃഷ്ണരാജ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിൽ എത്തി ആലിൻ ഷെറിൻ എബ്രഹാമിന് അന്തിമോപചാരം അർപ്പിച്ചു. ദേവാലയത്തിനുള്ളിൽ അദ്ദേഹമുണ്ട്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ള പ്രമുഖ BJP നേതാക്കൾക്കൊപ്പമാണ് സുരേഷ് ഗോപി ഇവിടേക്ക് പള്ളിയിലേക്ക് എത്തിയത്. ഇപ്പോൾ അദ്ദേഹം അന്തിമോപചാരം അർപ്പിച്ച് സംസാരിക്കുകയാണ്. അന്തിമോപചാരം അർപ്പിച്ച് അദ്ദേഹം ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നു. പള്ളിയിലെത്തി, ദേവാലയത്തിലെത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അർപ്പിച്ച് ഇനി സംസാരിക്കും. അല്പസമയം മുൻപാണ് അദ്ദേഹം ദേവാലയത്തിലേക്ക് എത്തിയത്. ദേവാലയത്തിലെത്തി ബന്ധുമിത്രാദികൾക്കൊപ്പം ആശ്വാസവാക്കുകൾ ചൊരിഞ്ഞതിന് ശേഷം അദ്ദേഹം അന്തിമോപചാരം അർപ്പിച്ച് സംസാരിക്കുകയാണ്. അനിതര സാധാരണമായ യാത്രയയപ്പ് എന്ന് പറയുമെങ്കിൽ പോലും മോൾ ഇന്ന് സത്യത്തിൽ യാത്രയാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ ഒരു പ്രവർത്തനത്തിലൂടെ അലൻമോൾ എന്നും മറ്റ് 4-5 ജീവനുകളിലൂടെ നിലനിർത്തിയാണ് ഒരുപക്ഷെ ഭൗതിക ശരീരം മാത്രമെന്ന തിരുസന്നിധിയുടെ ലാപ്പിൽ മടിയിൽ ആണ് ഇനി ഈ കുഞ്ഞുമോൾക്കിടം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തന്നെയാണ് പകർന്നു നൽകേണ്ടത്. എനിക്ക് ഈ ഒരു വിടചൊല്ലിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ അച്ഛന്മാരുണ്ടാവും, എൻ്റെ ഭാര്യയെ പോലെ അമ്മമാരും ഉണ്ടാവും. ഈ ഒരു മുഹൂർത്തവുമായി താദാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ഒരച്ഛൻ എന്ന നിലയ്ക്കാണ് ഞാൻ ഓടിയെത്തിയിട്ടുള്ളത്. ഇന്ന് മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂരിലേക്ക് പാതി വഴി എത്തിയതാണ്. ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ശിവരാത്രിയുടെ ചടങ്ങുകളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇവിടെ എത്രയും വേഗം എത്തിച്ചേരാൻ അദ്ദേഹം നൽകിയ ഒരു നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെയും കൂടി അനുശോചനം, അലൻമോളിനി ദൈവമാണ്, ആ ദൈവത്തിൻ്റെ ആരാധക വൃന്ദത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പം ചേർക്കുന്നു എന്ന് മാത്രം അറിയിച്ചുകൊണ്ട്, ഇത് വലിയ സന്ദേശമാണ് നമ്മുടെ കൊച്ചു കേരളത്തിനും ഭാരതത്തിന്. ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഒരു നമുക്ക് കൂട്ടിച്ചേർക്കാവുന്ന ഒരു ചരിത്ര രചന നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 1-2 മുഹൂർത്തങ്ങളിലാണ്. ഒരുപക്ഷെ ഡൽഹിയിലെ 6 വയസ്സ് പ്രായമായ ഒരു പെൺകുഞ്ഞും ഒഡീഷയിലെ 16 മാസം പ്രായമായ ജന്മേഷ് ലേങ്ക എന്ന് പറയുന്ന കുഞ്ഞുമോനുമാണ് ഇതുപോലെ ദൈവത്തിന് സന്നിധിയിൽ പ്രത്യേക സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. ഈ കുഞ്ഞുമോളും നമ്മുടെയൊക്കെ കണ്ണുകളിലും മനസ്സിലും ഹൃദയത്തിലുമൊക്കെ നിത്യം വാഴണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറിനോടുള്ള നന്ദി ഈ ഭവനത്തിൻ്റെ പേരിലും ഇടവകയുടെ നാമത്തിലും അറിയിക്കട്ടെ. ഈ സമയം സെന്റ് തോമസ് ഇടവകയിലെ പ്രസ്ഥാനത്തിൻ്റെ ആദരവ് അർപ്പിക്കുന്നതാണ്. തുടർന്ന് സംഘവും മറ്റു ശുശ്രൂഷയ്ക്കായി തയ്യാറാകുന്നത്.
നിർദ്ദേശപ്രകാരമാണ് താൻ എത്തിയത്. പ്രധാനമന്ത്രിയുടെ പേരിൽ കൂടി ആ രക്ഷിതാക്കളുടെ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നു, ഒപ്പം അനുശോചനത്തിൽ പങ്കുചേരുന്നു. അങ്ങനെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു വെച്ചത്. മിഥുൻ മുരളി തുടരാം. ചരിത്ര നിയോഗം ആണ് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന ആ കുഞ്ഞ് ലോകത്തിന് മാതൃകയായി കാഴ്ചവെക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ജീവിതം അത്ര ചരിത്ര നിയോഗത്തിൻ്റെ ഭാഗമാവുകയാണ്. 10 മാസം മാത്രം ഭൂമിയിൽ ജീവിച്ച ആ കുഞ്ഞിൻ്റെ ആ മഹത്തായ ജീവിതം, അത് ആ കുഞ്ഞിൻ്റെ കുടുംബത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞേൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇവിടേക്ക് എത്തിയത് എന്നുള്ള കാര്യമാണ് അനുശോചന സന്ദേശമായി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ കൂടി അനുശോചനം കുടുംബത്തെ അറിയിക്കുകയാണ് അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാജ്യത്ത് തന്നെ അപൂർവമായി സംഭവിച്ചിരിക്കുന്ന 5 പുതുജീവിതങ്ങൾക്ക് അവയവം ദാനം ഉദാത്ത മാതൃക കാഴ്ചവെച്ച ആ കുടുംബത്തിന് ഒപ്പം ചേരണമെന്ന പ്രധാനമന്ത്രിയുടെ ആ നിർദ്ദേശം, ആ കുഞ്ഞിന് അനുശോചനം അറിയിക്കണം എന്നുള്ള പ്രധാനമന്ത്രിയുടെ ആ നിർദ്ദേശം കൂടി അറിയിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇവിടേക്ക് എത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അനൂപ് ആന്റണി അനുശോചനം അറിയിച്ച് സംസാരിക്കുകയാണ്. വാക്കുകളിലേക്ക്. ചരിത്രത്തിൽ ഇടം പിടിക്കുമ്പോൾ നമുക്ക് നൽകിയിട്ട് പോകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയല്ല, മറിച്ച് അപരന് വേണ്ടി കൂടി തൻ്റെ ജീവിതമാണ് എന്നുള്ള ഒരു വലിയ സന്ദേശം, കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വലിയ സന്ദേശം, ആ സന്ദേശം കൂടിയാണ് ഇന്ന് ഈ കുഞ്ഞുമോള് ഈ സമൂഹത്തിന് പകർന്നുകൊണ്ട് ഇന്ന് വിടവാങ്ങുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനമെടുത്ത ആ കുടുംബത്തിന് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നേരത്തെ സുരേഷ് ഏട്ടൻ സൂചിപ്പിച്ചതുപോലെ ആദരണീയനായ പ്രധാനമന്ത്രിയുടെ ആ ഒരു അനുശോചന സന്ദേശം കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. നമസ്കാരം. മല്ലപ്പള്ളി വൈസ്മെൻ ക്ലബിന് വേണ്ടിയിട്ട് കൃഷ്ണരാജ്, കോയമ്പത്തൂർ യാത്ര ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ നിന്നുള്ള പരിപാടികൾ ഒഴിവാക്കിയാണ് താൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവിടേക്ക് എത്തിയത്, ആ കുഞ്ഞിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അനുശോചനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തെയും സമൂഹത്തെയും എല്ലാം അറിയിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഇതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുൻപ് അവയവദാനം നടത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞായി 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞായി ആലിൻ ഷെറിൻ എബ്രഹാം മാറുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ ഉദാത്ത മാതൃക ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അനുശോചനം അറിയിച്ച് സംസാരിച്ചത്. ഇപ്പോൾ ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഭൗതികദേഹത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി നൽകുക. തുടർന്ന് സെമിത്തേരിയൽ ചടങ്ങുകൾ ആരംഭിക്കും. ശുശ്രൂഷ ചടങ്ങുകൾ ദേവാലയത്തിനുള്ളിലെ പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിനുശേഷം സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളടക്കം ഉണ്ടാകും. എന്തായാലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ കുഞ്ഞിന്, ആലിൻ ഷെറിൻ എബ്രഹാമിന് ആദരാഞ്ജലി അർപ്പിച്ചു. അത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് മല്ലപ്പള്ളിയിൽ എത്തി ആ കുടുംബത്തെ അറിയിച്ചു, സമൂഹത്തെ അറിയിച്ചു. കേന്ദ്രമന്ത്രി രാജ്യത്തിൻ്റെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ഇവിടേക്ക് എത്തുകയാണ്. അദ്ദേഹം ഈ ശുശ്രൂഷ ചടങ്ങുകളിലും ഇപ്പോൾ കുടുംബത്തോടൊപ്പം ചേരുകയാണ്. ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ ഭൗതികദേഹം സംസ്കാര ശുശ്രൂഷ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഈ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ഏറ്റവും പ്രധാനം, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയെ നിയോഗിച്ചിരിക്കുന്നു. അദ്ദേഹം തിരക്കുകൾ ഒഴിവാക്കി മറ്റ് മുൻകൂട്ടി ആസൂത്രണം ചെയ്തിരിക്കുന്ന പരിപാടികൾ, കോയമ്പത്തൂരിലെ ശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ എല്ലാം ഉപേക്ഷിച്ച് മല്ലപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രധാനമന്ത്രി അറിയിച്ച ആ അനുശോചനം കുടുംബത്തെയും സമൂഹത്തെയും അറിയിക്കുന്നതിന് വേണ്ടി ആ കുഞ്ഞിന് അനുശോചനം നേരിട്ടെത്തി നൽകുക എന്നുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം ശിരസാവഹിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എത്തി രാജ്യത്തിൻ്റെ അന്തിമോപചാരം അർപ്പിച്ചിരിക്കുന്നു. ആദരാഞ്ജലി നേരിട്ടെത്തി ആ കുഞ്ഞിന്
സമർപ്പിച്ചിരിക്കുന്നു. ശുശ്രൂഷ ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുക്കുകയാണ്. മതപരമായ ദേവാലയത്തിനുള്ളിൽ നടക്കുന്ന പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ദേവാലയത്തിനുള്ളിലെ ശുശ്രൂഷ ചടങ്ങുകൾ പൂർത്തിയാക്കി ഭൗതികദേഹം ദേവാലയത്തിന് പുറത്തേക്ക് എത്തിച്ച് ഗാർഡ് ഓഫ് ഓണർ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി നൽകും. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും. ആലിന് നാട് കണ്ണീർ യാത്രാമൊഴി നൽകും. കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ ഈ പള്ളിയിലും വീടും പള്ളിയും തമ്മിൽ ഏകദേശം കിലോമീറ്ററുകളുടെ 1.5 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ഭാഗം മുഴുവൻ ഇപ്പോഴും ജനസഞ്ചയമാണ്. അത്രയും ജനങ്ങൾ മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ആലിനെ വിട നൽകുന്നത്. ശുശ്രൂഷ ചടങ്ങുകൾ ദേവാലയത്തിനുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ശുശ്രൂഷ ചടങ്ങുകൾ പൂർത്തിയാക്കി ദേവാലയത്തിനുള്ളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ദേവാലയം മുഴുവൻ ആളുകളാണ്. ആലിനെയും ആലിൻ്റെ കുടുംബത്തെയും ഒക്കെ നേരിട്ട് പരിചയമുള്ള ആളുകൾ, നേരിട്ട് പരിചയമില്ലാത്ത ആ കുഞ്ഞിൻ്റെ ജീവിതം, ആ കുഞ്ഞിൻ്റെ ചരിത്ര നിയോഗം എല്ലാം കേട്ടറിഞ്ഞ് 10-ാം തീയതി മുതലുള്ള ആ സംഭവ വികാസങ്ങൾ, അപകടവും മസ്തിഷ്ക മരണവും അവയവങ്ങൾ ദാനം ചെയ്യാമെന്നുള്ള കുടുംബത്തിൻ്റെ തീരുമാനവും ഒക്കെ കേട്ടറിഞ്ഞ് ഇവിടേക്ക് എത്തിയിരിക്കുന്ന ആലിനെയോ ആലിൻ്റെ കുടുംബത്തെയോ ഒന്നും നേരത്തെ മുൻപരിചയം പോലുമില്ലാതെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് എത്തിയിരിക്കുന്ന നിരവധിയായ ആളുകളെ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഈ ദേവാലയം. ഇപ്പോൾ ഈ ദേവാലയവും പരിസരവും എല്ലാം അങ്ങനെ ആളുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ദേവാലയത്തിന് പുറത്തും വീടിനോട് ചേർന്നിരിക്കുന്ന പ്രദേശത്തുമെല്ലാം നിരവധി ആളുകളാണ്. ഈ സമൂഹത്തിന് ആലിൻ്റെ കുടുംബം ആലിൻ്റെ ജീവിതത്തിലൂടെ എന്താണോ നൽകുന്നത്, പറയുന്നത്, ആ സന്ദേശം എന്താണോ അത് ശിരസ വഹിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ ജീവിതം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. ഈ ബാറ്ററി ചാർജ് പുറത്തേക്കാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ജീവിതം എത്രത്തോളം മഹത്തരമായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത് എന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. ഇത്രയും ആളുകളുടെ സ്നേഹം, ബഹുമാനം, ആദരം എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ആ കുഞ്ഞിന് യാത്രാമൊഴി നൽകുമ്പോൾ, നാട് യാത്രാമൊഴി നൽകുമ്പോൾ ആ ജീവിതം എത്രത്തോളം സന്ദേശം ഉള്ളതാണ്, മഹത്തരമാണ് എന്നത് വ്യക്തമാവുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ് ഈ ആൾക്കൂട്ടം, ഈ ജനസാഗരം മുഴുവനും എന്നുള്ളതാണ്. ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ ദേവാലയത്തിനുള്ളിലെ ചടങ്ങുകൾ, ശുശ്രൂഷ കർമ്മങ്ങൾ പൂർത്തിയാക്കി ഇവിടേക്ക് എത്തിക്കും, ദേവാലയത്തിന് പുറത്തേക്ക് എത്തിക്കും. ഇവിടെയാണ് ആ കുഞ്ഞിന് ഔദ്യോഗിക ബഹുമതികൾ നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ ആ ഭൗതികദേഹം എത്തിച്ച് അല്പസമയത്തിനുള്ളിൽ ദേവാലയത്തിനുള്ളിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി ഇവിടേക്ക് ഭൗതികദേഹം എത്തിച്ച് തുടർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോട് കൂടി തന്നെ കുഞ്ഞിന് യാത്രാമൊഴി നൽകും. 10 മാസം മാത്രം പ്രായമുള്ള, അക്ഷരാർത്ഥത്തിൽ മാലാക കുഞ്ഞ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ദൈവം മാലാക കുഞ്ഞ് ആക്കി ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ആ കുഞ്ഞിന് കണ്ണീർ യാത്രാമൊഴി നൽകാൻ തയ്യാറെടുക്കുകയാണ്, ഒരുങ്ങുകയാണ് നാട്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് ഓരോ മുഖത്തു നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പോഴും നേരത്തെ നമ്മൾ പലവട്ടം സൂചിപ്പിച്ചതുപോലെ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സന്ദേശം നൽകിക്കൊണ്ട് പോയ ആ കുഞ്ഞിനോടുള്ള ബഹുമാനവും ആദരവുമെല്ലാം ഓരോ മുഖങ്ങളിലുമുണ്ട്. 5 പേർക്ക് പൊതുജീവനേകി 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ മടങ്ങുകയാണ്. ഔദ്യോഗിക ബഹുമതികളോട് അല്പസമയത്തിനകം സംസ്കാര ശുശ്രൂഷ നടക്കും. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം നെടുങ്ങാടം പള്ളി സെൻറ് തോമസ് CSI പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് കുഞ്ഞ് ആലിന് ആദരവ് അർപ്പിക്കുക. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പം മുമ്പ് അവിടെ അനുശോചനം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇവിടേക്ക് വന്നത്. കോയമ്പത്തൂരിൽ ശിവരാത്രി പരിപാടിയിൽ പങ്കെടുക്കാനായി പോവുകയായിരുന്നു. അപ്പോഴാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, നിർബന്ധമായും ഏതു പരിപാടി മാറ്റിവെച്ചിട്ടായാലും അവിടെ എത്തണം, ആ കുഞ്ഞിന് ആദരാഞ്ജലി അർപ്പിക്കണം എന്ന്. അനൂപ് ആന്റണിയും അല്പം മുമ്പ് അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു.